അഷ്ടലക്ഷ്യങ്ങളുടെ മുമ്പ് ഗുരു ആദ്യം പറഞ്ഞ ഈ പ്രഥമമായിട്ട് ഈ 4 ലക്ഷ്യങ്ങൾ വിപുലീകരിച്ചാണ് കാരണം ഗുരുവിനറിയാം, കാളയെ തെളിച്ചപ്പോഴേ തൻ്റെ ബാല്യകാലം നമ്മൾ ചുമ്മാ ചേർത്ത് വെച്ചാൽ മതി. കാളയെ തെളിച്ചപ്പോൾ ഉഴാനായിട്ട് പോയപ്പോൾ ഗുരു പറഞ്ഞ് തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക. അത് തന്നെയല്ലേ ഇവർക്ക് വേണ്ടതാര എന്താണ്? ഇവർക്ക് ഈശ്വരനെ അകത്തി നിർത്തിയിരിക്കുകയാണ് ഇവരുടെ മുമ്പിലേക്ക്. അവരുടെ ജനവിഭാഗത്തിന് ഇവർക്ക് ആദ്യം ഈശ്വരാരാധന നടത്തുവാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം, ആ ഒരു ബോധത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുശേഷം പടിപടിയായിട്ട് ഇവരെ സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കണം, ശുചിത്വ ബോധമുണ്ടാക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം പിന്നീട് പ്രഥമ സ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം ഗുരു 1916 ഗുരു പറയുകയാണ്, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. 1888 വേണമെങ്കിൽ ഇതിന് ഗുരുവിന് വേണേൽ പറയാമായിരുന്നു. പക്ഷേ ഇരിക്കുന്ന നമ്മളാ എങ്ങനെ സ്വീകരിക്കും? അവിടെയാണ് പറയുന്നത്. കാരണം പടിപടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതാണ് ഗുരു പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിൻ്റെ ആ അവതാര ചരിതം എന്ന് പറയുന്നത്. 1904 ഗുരു പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ സാമാന്യ വിദ്യാഭ്യാസമില്ലാത്തവരായി ആരും ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ആദ്യ വനിതാ സമ്മേളനം നടത്തി ഡോക്ടർ പൽപുവിൻ്റെ മാതാവ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്ത്രീ പുരുഷ ഭേദമന്യേ പഠിപ്പിക്കണമെന്നുള്ള ആഹ്വാനം ഡോക്ടർ പൽപുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്നത്. നിശാ പാഠശാലകൾ, അധകൃത വർഗക്കാരെന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാഠശാലകൾ, പ്രത്യേകമായിട്ടുള്ള പാഠശാലകൾ. ഗുരുവിൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാർ ആ പാഠശാലകളിൽ അധ്യാപകരാകുന്നു. അതിനൊക്കെ ശേഷം 1904 ഗുരു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അരുവിപ്പുറത്തുനിന്ന് നാമകരണം ചെയ്ത ആ പ്രദേശത്ത് നിന്ന്, പുണ്യപ്രദേശത്ത് നിന്ന് ഗുരു ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് ഗുരു പോകുന്നത്? വർക്കലയ്ക്കാണ് ഗുരു പോകുന്നത്, അല്ലേ? ഗുരുവിൻ്റെ അവതാര ചരിതത്തിൽ വർക്കല കൈതക്കോണത്തേക്ക് ചെന്നിട്ട് കൈതക്കോണത്ത് ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്രമിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒരു കുന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. അതിലുമുണ്ട് സവിശേഷത. നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. മാടം എന്ന് പറയുന്നത്, ഗുരുവിന് അന്ന് സമ്പന്നരായിട്ടുള്ള ധാരാളം ശിഷ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. 1904 ആയപ്പോഴത്തേക്കും ഗുരുവിന് സമ്പന്നരായിട്ടുള്ള ധാരാളം ശിഷ്യന്മാർ വന്നിട്ടുണ്ട്. ആ കൈതക്കോണത്തെ വീട്ടിലിരുന്നു കൊണ്ട് ആ വർക്കലക്കുന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു കെട്ടിടം പണിത് തരണം, അല്ലെങ്കിൽ ഒരു മാളിക പണിത് തരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പണിത് കൊടുക്കുവാനായിട്ട് ആളുണ്ടാവും. പക്ഷെ ഗുരു ആവശ്യപ്പെട്ടത്, നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. മാടം എന്ന് പറയുന്നത് അന്ന് തിരുവിതാംകൂർ രാജ്യത്തെ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും ശുഷ്കമായിട്ടുള്ള ഒരു സംവിധാനമാണ് മാടം എന്ന് പറയുന്നത്. അധകൃതരായിട്ടുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി തലചായ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ഈ മാടം എന്ന് പറയുന്ന സംവിധാനത്തെ, അല്ലെങ്കിൽ അവരുടെ ഭവനത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇരുന്നത്. ആ ഏറ്റവും ലളിതമായ സാധനം, മലയപ്പുലേന മാടത്തിൻ മുറ്റത്താണ് മഴ വന്ന നാള് വാഴ നട്ടത്. അതുപോലെ ഒരു സാധനമാണ് അത്. പനമ്പ് കൊണ്ടായാലും മതി. അങ്ങനെയാണ് ഗുരു വർക്കലക്കുന്നിൽ ആ ഒരു ആദ്യ പർണശാല നിർമ്മിക്കുന്നത്. ആ പർണശാല ഇരിക്കുന്നിടത്താണ് ഇന്ന് നമ്മളെല്ലാവരും പോയി സെൽഫി എടുത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ്, ഞാൻ ഭൂമിയിലെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കൊടുക്കുന്ന എന്തുള്ളതാ മഹാസമാധി മന്ദിരം നിലകൊള്ളുന്നത്. ഗുരുവിൻ്റെ 1904 അവിടെ നൽകിയ പർണശാല, ആ പർണശാല അതിനുശേഷം ഗുരു വീണ്ടും ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ കടന്നു പോവുകയാണ്. ഗുരു ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു മലബാറിലേക്ക് പോകുന്നുണ്ട്, കുദ്രോളിയിലേക്ക് പോകുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ചെന്ന് ഒട്ടനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി. ആളുകൾക്ക് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആത്മീയവും ഭൗതികവുമായി ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളിൽ എന്നതുപോലെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗുരു പോകുന്നത്. ഗുരു പോകുന്ന വഴികളിൽ മുഴുവൻ നമ്മളുടെ ആളുകൾക്ക് മെച്ചമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ പാതയെ ചലിക്കുന്നവർക്ക് മുഴുവൻ ധാരാളമായ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു ഇടയ്ക്കിടയ്ക്ക് ആ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഗുരുവിൻ്റെ ചില ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവർക്കെല്ലാം രക്ഷയാണ്.
അങ്ങനെ ഗുരു കൂടെ ചേർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 1908 ആവുമ്പോഴത്തേക്കും ശിവഗിരിയിൽ ആ വർക്കലക്കുന്നിനെ ശിവഗിരിയാക്കിക്കൊണ്ട് ഗുരു പറയുകയാണ്, നമുക്കിവിടെ ഒരു മഠം സ്ഥാപിക്കണം. ഗുരു അവിടെ ഏത് മഠമാണ് സ്ഥാപിച്ചത്? ശാരദാ മഠം സ്ഥാപിക്കുകയാണ്. 1908 ഗുരു ശാരദാ മഠത്തിൻ്റെ ഒരു പ്രവർത്തനം ആ ചിങ്ങത്തിൻ്റെ ചതയം തിരുനാളിൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഷടാധാര പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുവിനൊപ്പമുണ്ടായിരുന്ന ചൈതന്യസ്വാമികളും ഗുരുവിനൊപ്പമുണ്ടായിരുന്ന കുമാരനാശാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരു ഒരു ശൂലമെടുത്തുകൊണ്ട് ഇന്ന് ബോധാനന്ദ സ്വാമികളുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ബോധാനന്ദ സ്വാമികളുടെ ആ സമാധി മന്ദിരം നിലകൊള്ളുന്ന ശിവഗിരിക്കുന്നിൻ്റെ ആ താഴ്വരത്തേക്ക് ചെന്ന് ആ ശൂലം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന സതീർത്ഥ്യരായിട്ടുള്ള ഗുരുവിൻ്റെ ഒപ്പം സന്തത സഹചാരികളായിട്ടുള്ള ശിഷ്യന്മാർക്ക് ഗുരുവിനൊപ്പം ഉണ്ടായിരുന്നവർക്ക് അസഹിഷ്ണീയമായ ചൂട് കാരണം ഒപ്പം നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് അവർ മാറി കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും ഈ ശൂലപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് ശിവഗിരി ശാരദാമഠത്തിന് മുന്നോടിയായിട്ടുള്ള ഷടാധാര പ്രതിഷ്ഠയാണ് എന്ന് മനസ്സിലായത്. ഗുരു ചൈതന്യസ്വാമികളെയും ശങ്കരൻ പരദേശി സ്വാമികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ അതിൻ്റെ കൃത്യനിർവഹണത്തിനായി നിയോഗിക്കുകയുണ്ടായി. അതിൻ്റെ മഠത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ 8 വശങ്ങളായിട്ടുള്ള ആ മഠത്തിൽ നമ്മളിന്ന് ചെല്ലുമ്പോൾ അവിടെ വർണ്ണച്ചില്ലുകളൊക്കെ കാണാം, അല്ലേ? ഈ വർണ്ണച്ചില്ലുകൾ എവിടുന്നാണ് വന്നെന്നറിയാമോ? വർണ്ണച്ചില്ലുകൾ നമ്മളിപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. 1912 ശിവഗിരിയിൽ ശാരദാമഠം സംസ്ഥാപിതമായപ്പോൾ അതിലേക്ക് ചുറ്റും ഇട്ടിട്ടുള്ള 8 വശങ്ങളിലായിട്ടുള്ള വർണ്ണച്ചില്ലുകൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. ജർമ്മൻ നിർമ്മിത വർണ്ണച്ചില്ലുകളാണെന്നാണ് പറയുന്നത്. അത് തലശ്ശേരിക്കാരായിട്ടുള്ള മലബാറുകാരായിട്ടുള്ള തൊഴിലാളികളാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ മുൻകൈ എടുത്ത് ചെയ്തതെന്നാണ് പറയുന്നത്. ശാരദാമഠം പ്രതിഷ്ഠയും ചരിത്രവും എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ വളരെ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കണം. വിവേകം താനേ വരുമോ? വരില്ല. സമയം നമുക്ക് വളരെ കുറച്ചാണുള്ളത്. ഇതിനകത്ത് ഗുരുവിൻ്റെ ചരിതങ്ങളിലൂടെ ഗുരുവിൻ്റെ കൃതികളുടെ പഠനത്തോടൊപ്പം തന്നെ ഗുരുവിൻ്റെ സഞ്ചാരപാതകളും നമ്മൾ പഠിക്കണം. ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ഗുരുവിൻ്റെ വിവിധ രൂപഭാവങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള രൂപഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കണം. അവിടെ നിന്നും ശിവഗിരി ശാരദാമഠത്തിലെ പ്രതിഷ്ഠാനന്തരം ഗുരു അവിടെ ബോധാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ആളുകൾക്കൊക്കെ സന്യാസദീക്ഷ നൽകിയിട്ട് ഗുരു പിന്നീട് ആലുവായിലേക്ക് പോകുന്നുണ്ട്, അല്ലേ? ആലുവായിലേക്ക് പോയി ഗുരുവിൻ്റെ സങ്കല്പം മറ്റൊരു അദ്വൈത സങ്കല്പത്തിലേക്ക്, ആ അദ്വൈതമല്ലാത്ത സങ്കല്പത്തിലേക്ക് ഗുരു അവിടെ ഏകീകൃത ഭാവത്തിലേക്ക്, ഏകലോക ദർശനത്തിലേക്ക് ഗുരു ആലുവായിലേക്ക് ചെന്ന് അവിടെയും ഒരു മഠം സ്ഥാപിക്കുകയാണ്, ആശ്രമം സ്ഥാപിക്കുകയാണ്. അതിനെല്ലാം ശേഷം ഗുരുവിധ സർവമത സമ്മേളനം നടത്തുന്നു. വൈക്കം സത്യാഗ്രഹത്തിലൂടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. സമയമേറെ വൈകിയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഗുരു അതിനുശേഷമാണ് ആ കുർക്കഞ്ചേരിയിലേക്ക് പോകുന്നത്. കുർക്കഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അവിടെ സന്യാസി സംഗമത്തിനായി ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം സംസ്ഥാപിതമാകുന്നു. 1928 ജനുവരി മാസത്തിൽ 9-ാം തീയതി ശ്രീനാരായണ ധർമ്മസംഘം അവിടെ സംസ്ഥാപിതമായതിനു ശേഷം ഗുരു തിരികെ എത്തുന്നത് നാഗമ്പടത്തേക്കാണ്. നാഗമ്പടത്തേക്ക് എത്തുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിന് ശേഷമാണ് ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്, അല്ലേ? ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. ആ അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞ് തീർക്കിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം തൊട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വരെയുള്ള ആ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ച ഗുരു ആ അഷ്ടലക്ഷ്യങ്ങളുടെ പരമാധികാര സഭകളുടെ ഓരോ മേഖലകളിലൂടെയും നമ്മൾ ഈ 2025 വർഷത്തിൽ നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ആ ലോകത്തിലേക്ക് ഇന്ന് ശുക്ര എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരി ആ ലോകത്ത് നിന്നും ആ ബഹിരാകാശത്ത് നിന്നും താഴേക്ക് നോക്കുമ്പോൾ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഔന്നിത്യമായ ഭാവങ്ങളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ലോകത്തെ
രാജ്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത ഭേദത്തിൽ ലോകത്തെ ഒന്നായി കാണുകയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ ഒരു ഗുരു, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കലുണ്ടോ, ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്. എന്താണ്? എന്നിട്ടും നമ്മുടെ കുട്ടികളിലേക്ക് ഇതൊക്കെ എത്തിക്കുവാൻ നമുക്കെന്തേ സാധിക്കാതെ പോകുന്നു?